നമസ്കാരം, എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. വടക്കുംപാത്ത് കരുന്നേലെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവയുടെ സ്ഥലം മേടിക്കുന്നതിന് പൈസ ഇട്ടവർക്കൊക്കെ നന്ദി. ഇനി ഇടാനുള്ളവർക്കൊക്കെ ഇടാം. അത് ഇവിടെ സ്ഥലം മേടിക്കുന്നതിനുണ്ട്. അപ്പോൾ നിങ്ങളുടെ രോഗദുരിതങ്ങൾ ആപത്തുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിനും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ നമുക്ക് വീട് മേടിക്കാൻ പറ്റുന്നില്ല, സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല, ദാമ്പത്യ പ്രശ്നങ്ങൾ, അങ്ങനെ കലഹം, കുടുംബകലങ്ങളൊക്കെ മാറുന്നതിനെ കണ്ടിട്ട് ദൈവനെ മനസ്സിൽ വിചാരിച്ച് നിങ്ങളെ കഴിയുന്ന സംഭാവനകളൊക്കെ ചെയ്യുക. അപ്പോൾ ദൈവയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയും ലൈക്കും ഷെയറുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ തവളയൊക്കെ വീട്ടിലേക്ക് അടിക്കടിക്ക് വന്നാലുണ്ടാകുന്ന ഗുണഫലങ്ങളെക്കുറിച്ചിട്ട് ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2026 ഫെബ്രുവരി മാസത്തിൽ ഓരോ ജാതരും ജപിക്കേണ്ട അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ വണങ്ങേണ്ട പോകേണ്ട ക്ഷേത്രങ്ങൾ നടത്തേണ്ട വഴിപാടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. ഓരോ നക്ഷത്രം ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. 2026 ഫെബ്രുവരിയിൽ ഭജിക്കേണ്ട ദേവതകളെ കുറിച്ചിട്ടാണ് പറയുക. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പറയുക അശ്വതി നക്ഷത്ര ജാതരെ കുറിച്ചിട്ടാണ്. അശ്വതി നക്ഷത്രക്കാർ ഗണപതി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിലും മഹാലക്ഷ്മി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന മഹാലക്ഷ്മി അഷ്ടമൊക്കെ ജപിക്കുന്നതും ഭദ്രകാളി മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രങ്ങളൊക്കെ പോയിട്ടൊക്കെ ദർശനം നടത്തുക. കാർത്തിക നക്ഷത്രം ശിവൻ സുബ്രഹ്മണ്യ സ്വാമി ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ പോയിട്ട് കോളമാല അതുപോലെ തന്നെ പഞ്ചാമൃത അഭിഷേകം ഭസ്മാഭിഷേകം നടത്തുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടാണ്. ധാരയൊക്കെ ഏറ്റവും ഉത്തമമാണ്. ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ടത്. അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തെക്കുറിച്ചിട്ട് പറയാം. രോഹിണി നക്ഷത്രക്കാർ വ്യാഴാഴ്ച ദിവസം അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വഴിപാടെടുത്ത വിഷ്ണു സഹസ്രനാമ അർച്ചനയൊക്കെ നടത്തുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മകര നക്ഷത്ര ജാതര് സുബ്രഹ്മണ്യൻ ശിവൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടൊക്കെ വഴിപാടൊക്കെ നടത്തുക. അപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവുക. ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലും പോയിട്ടൊക്കെ ദർശനം നടത്താം. തിരുവാതിര നക്ഷത്രക്കാർ പരമശിവൻ്റെ മഹാദേവൻ്റെ അമ്പലത്തിലൊക്കെ പോവാം. ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം പോവാം. മൂർത്തിയുള്ള ആയിട്ടുള്ള ഭാവത്തിലേക്ക് കൊടുത്ത് പോവാം. കൂളത്തിലേക്ക് സമർപ്പിക്കുക, കൂളമാലയൊക്കെ സമർപ്പിക്കുകയൊക്കെ ധാരയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുക. അടുത്തത് പുണർ നക്ഷത്രങ്ങൾ ശ്രീരാമൻ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നടത്തുക. രാമായണ പാരായണമൊക്കെ നടത്തുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ്. അടുത്തത് പൂയ നക്ഷത്രം അയ്യപ്പ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിയിലൊക്കെ സമർപ്പിക്കുന്നത് തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അയ്യപ്പന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ആയില്യം നക്ഷത്ര ജാതര് നിങ്ങൾ നാഗദൈവങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് നൂറും പാലൊക്കെ നടത്തി പാല് സമർപ്പിക്കാൻ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ആയില്യം നാൾ തോറും നാളിൽ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം പോയിട്ട് തുളസിമാല അല്ലെങ്കിൽ തൃക്കൈ വെണ്ണയൊക്കെ വഴിപാടൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സർവീസിൽ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മകൻ നക്ഷത്ര ഗണപതിക്കൊക്കെ വെള്ളിയാഴ്ച ദിവസം നാരങ്ങമാല അല്ലെങ്കിൽ ഗണപതി ഹോമമൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമം. കരകമാലയൊക്കെ ചേർത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പിതൃക്കൾക്ക് നിങ്ങൾ ബലി കൂട്ടുന്നത് അല്ലെങ്കിൽ കൂട്ട നമസ്കാരം അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അമാവാസി ദിവസമൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പൂരം നക്ഷത്ര ജാതരെ കുറിച്ചിട്ട് പറയാം. മഹാലക്ഷ്മി മന്ത്രങ്ങളൊക്കെ ജപിക്കുക, അന്നപൂർണേശ്വരി മന്ത്രങ്ങളൊക്കെ ജപിക്കുക, അന്നപൂർണ്ണ ക്ഷേത്രത്തിലൊക്കെ പോവുകയും മഹാലക്ഷ്മി ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. അതിന് ഉത്തര നക്ഷത്ര ജാതർ അയ്യപ്പനെ ഭജിക്കുക, ശിവനെ ഭജിക്കുക, ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ നീരാഞ്ജനമൊക്കെ സമർപ്പിക്കുക, മഹാദേവന് കൂളമാല അതുപോലെ തന്നെ ധാരയൊക്കെ വഴിപാടൊക്കെ നടത്തുക. അതുപോലെ തന്നെ അത്തം നക്ഷത്ര ഗണപതി ദേവി ഭഗവതിൻ്റെ അടുത്തൊക്കെ പോയിട്ടൊക്കെ വഴിപാടൊക്കെ നടത്തുക, കർഗമാലയൊക്കെ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസം പോവുക. അതുപോലെ തന്നെ ചിത്ര നക്ഷത്രക്കാർ ഭദ്രകാളി അല്ലെങ്കിൽ ദുർഗ അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടൊക്കെ വഴിപാടൊക്കെ നടത്തുക. പിന്നെ അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസം പോയിട്ട് ഒറ്റ നാരങ്ങയുടെ മാലയൊക്കെ ചേർത്ത് വഴിപാട് കഴിക്കുകയും ഭസ്മൊക്കെ സമർപ്പിക്കുക, പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ്. ചുവന്ന നക്ഷത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അല്ലെങ്കിൽ വടമാലയൊക്കെ ചേർത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഹനുമാനെ പ്രാർത്ഥിക്കുക, നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുക, മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക. അയില്യം നാളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ വിശാഖം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും വിഷ്ണു ഭഗവാനെയാണ് ജപിക്കേണ്ടത്. പ്രാർത്ഥിക്കേണ്ടത് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ്. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര തുളസിമാല തുളസിയിലൊക്കെ സമർപ്പിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക്
പഞ്ചാമൃത അഭിഷേകം അല്ലെങ്കിൽ ഭസ്മൊക്കെ ഇടയ്ക്ക് സമർപ്പിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അനിഴ നക്ഷത്രക്കാർ ശാസ്താവിന് ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി അല്ലെങ്കിൽ നീരാഞ്ജനം കത്തിക്കുക, സൂക്ത മന്ത്രാർച്ചനയൊക്കെ നടത്തുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തൃക്കേട്ട നക്ഷത്രം ശ്രീകൃഷ്ണ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തുളസിമാല, സുദർശന മന്ത്രാർച്ചന, രാജഗോപാല മന്ത്രാർച്ചനയൊക്കെ നടത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ബുധനാഴ്ച, വിഷ്ണു ക്ഷേത്രത്തിലാണ് പോകണമെങ്കിൽ വ്യാഴാഴ്ച ദിവസമൊക്കെ നടത്തുക സുദർശന മന്ത്രാർച്ചനയും. അതുപോലെ തന്നെ രാജഗോപാല മന്ത്രാർച്ചന അല്ലെങ്കിൽ തുളസിമാലയൊക്കെ നടത്തുന്നത് ഏതെങ്കിലും ഒന്നൊക്കെ നടത്തുക നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. അടുത്ത മൂല നക്ഷത്രങ്ങൾ ഗണപതിന് വ്യാഴാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഗണപതി ഹോമത്തിനെ കൊടുക്കുക, ഹോമത്തിനനുസരിച്ച് കരകമാല കെട്ടിയിടുക, തുളസിമാല, ഭാഗ്യസൂക്താർച്ചനയൊക്കെ നടത്തുക. ഓക്കെ. അത് പൂരാട നക്ഷത്രം മഹാലക്ഷ്മിക്കും ദുർഗാദേവിക്കും പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ. ദുർഗാദേവിക്ക് ശർക്കരയൊക്കെ നടക്കി സമർപ്പിക്കുക വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടോത്തരമൊക്കെ ജപിക്കുക നിത്യവും, അതൊക്കെ നമ്മുടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്രമാണ് ശിവൻ്റെ അമ്പലത്തിൽ പോവുക, ശിവന് ജലധാരയൊക്കെ നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ തന്നെ അയ്യപ്പന് എള്ളുതിരി കത്തിക്കുക ശനിയാഴ്ച ദിവസം പോയിട്ട്. ഓക്കെ. അടുത്തത് തിരുവോണ നക്ഷത്രയാത്രയെ കുറിച്ചിട്ടാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വാമനമൂർത്തിയായിട്ടുള്ള ക്ഷേത്രത്തിലാണ് നമ്മൾ നടത്തുക. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, തുളസിമാലയൊക്കെ സമർപ്പിക്കുക. അതുപോലെ തന്നെ അവിട്ട നക്ഷത്രം ഗണപതി ക്ഷേത്ര കർക്കമാല സമർപ്പിക്കുക. സുബ്രഹ്മണ്യന് ഭസ്മൊക്കെ നടത്തുക അല്ലെങ്കിൽ കുങ്കുമാർച്ചനയൊക്കെ നടത്തുക, കുങ്കുമാഭിഷേകങ്ങളൊക്കെ നടത്തുക. അവിട്ട നക്ഷത്ര യാത്ര. അതുപോലെ തന്നെ ചതയം നക്ഷത്ര യാത്ര മൃത്യുഞ്ജയനായിട്ടുള്ള ശിവന്, അതായത് മൃത്യുഞ്ജയ മൂർത്തിയായിട്ടിരിക്കുന്ന ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശനിയാഴ്ച ദിവസം പോയിട്ട് എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്കൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ചെയ്യുക. അതുപോലെ പൂരിട്ടായ നക്ഷത്ര വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയൊക്കെ നടത്തുക. അതുപോലെ തന്നെ ധന്വന്തരി മന്ത്രാർച്ചനയൊക്കെ നടത്തുക. ഓക്കെ. അതുപോലെ തന്നെ ഉത്തരാട ശിവൻ്റെ ക്ഷേത്രത്തിൽ പോവുക. ശങ്കരനാരായണനാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടൊക്കെ നടത്തുന്നത് ഉത്തമമാണ്. തുളസിമാലയോ കുളമാലയൊക്കെ നടത്തുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ്. വ്യാഴാഴ്ച ദിവസമൊക്കെ പോവുക അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം പോയി ചെയ്യുക. അതുപോലെ തന്നെ രേവനക്ഷത്രം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വേദിയൊക്കെ നടത്തുക. ലക്ഷ്മി അഷ്ടോത്തരാർച്ചനയൊക്കെ മഹാലക്ഷ്മി അർച്ചനയൊക്കെ നടത്തുക അല്ലെങ്കിൽ അഷ്ടോത്തരമൊക്കെ ജപിക്കുക, മഹാലക്ഷ്മി പ്രീതിയൊക്കെ മേടിക്കുക. എല്ലാവർക്കും ഇത്രയും പറഞ്ഞ നാളുകാർ 27 നക്ഷത്രക്കാരും അവരൊരു കറക്റ്റായിട്ട് കേട്ട് അതുപോലുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ ജീവിതം നമുക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരുപാട് ലോങ്ങായി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിട്ട് ഉപകാരം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വടക്കുംഭാഗത്ത് കരുതുന്ന മഠത്തിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും നിങ്ങളെ കഴിയുന്ന സംഭാവനകളൊക്കെ ചെയ്യുക അമ്മയുടെ സ്ഥലം വഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്തേ.